ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള നിതീഷിൻ്റെ വരവിൻ്റെ സമയത്ത് ആ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് കൺവീനർ സ്ഥാനത്തേക്കൊക്കെ നിതീഷിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നില്ല. ശരത്, കോൺഗ്രസ് അപ്പോൾ തയ്യാറായാൽ പോലും, നിലനിൽപ്പിന് വേണ്ടി അപ്പോൾ തയ്യാറായാൽ പോലും അത് അധികം മുന്നോട്ട് പോകില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കോൺഗ്രസിന് എപ്പോഴും കോൺഗ്രസിൻ്റെ നിലപാടുകളുണ്ട്. കോൺഗ്രസിൽ നിന്ന് വേണം മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ എന്നുള്ളൊരു പ്രധാനപ്പെട്ട നിലപാട് കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസ് ഒരു കാലത്തും ഒരിക്കലും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുകയുമില്ല. അതിപ്പോൾ കേരളത്തിലായാലും ശരി, അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ശരി, കോൺഗ്രസ് എത്ര വിക്കറ്റിലാണെങ്കിലും കോൺഗ്രസ് എപ്പോഴും ഫോർവേഡ് ബാറ്റിംഗ് തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുക. അതിനുള്ള കരുത്തില്ലെങ്കിൽ പോലും കോൺഗ്രസ് അതാ ചെയ്യുക. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണവും. അത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു കുഴപ്പമല്ല. കോൺഗ്രസിൻ്റെ അത് രാഹുൽ ഗാന്ധിയുടെയോ സോണിയാഗാന്ധിയുടെയോ നേതൃത്വത്തിൻ്റെ പ്രശ്നമല്ല. അത് കോൺഗ്രസ് പറയുന്ന കുടുംബവാഴ്ചയുടെ പ്രശ്നം തീർച്ചയായും അല്ല. അത് കുടുംബവാഴ്ചയുടെ മാത്രം പ്രശ്നമല്ല. ഈ കുടുംബവാഴ്ച എന്ന് പറയുമ്പോഴും ഇവർക്കൊപ്പം നിൽക്കുന്ന കുറേ നേതാക്കളുണ്ട്. ഇവർ വിശ്വസിക്കുന്ന, ഇവർ ഒപ്പീനിയൻ ചോദിക്കുന്ന, ഇവർ ഉപദേശം തേടുന്ന ഒരു സംഘം നേതാക്കളുണ്ട്. ആ നേതാക്കൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇവർ പോവില്ല. അതാണ് സത്യം, അതാണ് ശരി, അതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു നേതൃത്വമാണ് ഈ രാഹുൽ ഗാന്ധിയുടേതായാലും മുമ്പ് സോണിയാഗാന്ധിയുടേതായാലും ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം. ഇവർ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവർ നേരിട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവർ നേതൃത്വത്തിൽ വന്ന ശേഷം. അങ്ങനെ ഉണ്ടാകാത്തടത്തോളം കാലം ഇവർക്കൊപ്പം നിൽക്കുന്ന കുറേ നേതാക്കൾ ഇവരോട് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് കുഴപ്പം. എന്താണ് ബീഹാറിലെ യഥാർത്ഥ സ്ഥിതി എന്നോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ സ്ഥിതി എന്താണോ എന്ന് അറിഞ്ഞല്ല ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.